ഹായ് ഫ്രണ്ട്സ്, ടച്ച് ആൻഡ് ടച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലൈൻ പൈപ്പിൽ നിന്ന്, അതായത് വാട്ടർ അതോറിറ്റിയുടെ ലൈൻ പൈപ്പിൽ നിന്ന് നമുക്കൊരു 500 ലിറ്റർ ടാങ്കിലോട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ചെടി നനയ്ക്കാനും അതിനും ഇതിനും വീട്ടാവശ്യങ്ങൾക്കും വേണ്ടിയിട്ടെല്ലാമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലൈൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഓട്ടോമാറ്റിക് വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട് ഫ്ലോട്ട് വാൽവും സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളത് എടുത്തേക്കുന്നത് 500 ലിറ്ററിൻ്റെ ടാങ്കാണ്. അതിൻ്റെ പഴയ ഒരു ടാങ്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ടാങ്ക് കണക്ടറും അതേപോലൊരു FTയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 3/4 ഇഞ്ചിൻ്റെയാണ് ഫ്ലോട്ട് വാൽവ് എടുത്തേക്കുന്നത്. 3/4 ഇഞ്ചിൻ്റെ ഫ്ലോട്ട് വാൽവാണ് എടുത്തേക്കുന്നത്. അക്വാടെക്കിൻ്റെ നല്ലൊരു വാൽവ് തന്നെയാണ്. അക്വാടെക്കിൻ്റെ നല്ലൊരു ഫ്ലോട്ട് വാൽവ് തന്നെയാണിത്. കാരണം ഇത് അങ്ങനെ വലുതായിട്ട് കംപ്ലൈൻ്റായി കണ്ടിട്ടില്ല. നല്ല പ്രഷറിൽ വന്നാൽ പോലും നിൽക്കുന്നുണ്ട്. ചിലതാണെന്നുണ്ടെങ്കിൽ നല്ല പ്രഷർ അടിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്നില്ല, കംപ്ലൈൻ്റായി കാണിക്കുന്നുണ്ട്. അക്വാടെക്കിൻ്റെ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇതുവരെ. അതുപോലെ തന്നെ പഴയ ഒരു ടാങ്കും കൂടാണ്. നമ്മൾ ഇപ്പോൾ ഈ അരേഞ്ചിൻ്റെ അകത്ത് വാട്ടർ അതോറിറ്റിയുടെ ലൈൻ വരുന്നുണ്ട്. അരേഞ്ചിൻ്റെ അകത്ത് 3/4 റെഡ്യൂസർ ഇട്ട് 2 ബെൻഡും ഇട്ട് നമ്മൾ സ്റ്റാൻഡ് പണിഞ്ഞ് വെച്ചേക്കുന്നത് ടൈ പിടിച്ച് കെട്ടിയാണ് പോയേക്കുന്നത്. ഒരു 10 അടി ഹൈറ്റ് ഉണ്ട് സ്റ്റാൻഡിന്. നമ്മളതിന് 3/4 ഇഞ്ച് പൈപ്പ് ഇട്ടാണ് പോയേക്കുന്നത്. 3/4 ഇഞ്ച് എൽബോ ഇട്ട് നേരിട്ട് FTയിലോട്ടാണ് കയറുന്നത്. 3/4 ഇഞ്ച് FTയിലോട്ടാണ് കയറുന്നത്. 3/4 ഇഞ്ചിൻ്റെ FTയ്ക്കകത്ത് നമ്മൾ ഫ്ലോട്ട് വാൽവ് സെറ്റ് ചെയ്തേക്കാണ്. ഫ്ലോട്ട് വാൽവ് നമ്മൾ ടഫോൺ ടേപ്പ് വെച്ച് ചുറ്റി അതേപോലെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്ലോട്ട് വാൽവ്. നല്ല നീഡിലാണ്, കുഴപ്പമില്ലാത്ത നീഡിലാണ്. നമ്മൾ വെള്ളത്തിൻ്റെ ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ ലെവൽ അനുസരിച്ചാണ് ഫ്ലോട്ട് വാൽവ് വെച്ചേക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഫ്ലോട്ട് വാൽവ്. 3/4 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. നേരത്തെ ഇവിടെ ഇരുന്നൊരു പഴയൊരു ടാങ്കാണ്. പഴയ ടാങ്കിൻ്റെ അകത്ത് പുതിയ കണക്ടർ ഇട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. നേരത്തെ പഴയ FT MT ഒക്കെ ഇട്ട് വെച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് MCയിലൊക്കെ ഒട്ടിച്ചത് കാണാം. ഇറങ്ങി വരുന്നത് നമ്മൾ അതേപോലെ 1 ഇഞ്ചാണ് ഇട്ടേക്കുന്നത്. 1 ഇഞ്ച് T ഇട്ട് 1/4 റെഡ്യൂസർ ഇട്ട് നമ്മളൊരു എയറും വെച്ചിട്ടുണ്ട്. താഴോട്ടുള്ളൊരു വെള്ളത്തിന് പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ട് എയറും വെച്ചിട്ടുണ്ട്. അതേപോലെ 1 ഇഞ്ച് ബെൻഡ് ഇട്ട് താപ്പോട്ട് ഇറക്കിയേക്കുവാണ്. 1 ഇഞ്ച് ബെൻഡ് ഇട്ട് ഇനി താപ്പോട്ട് ഇറക്കിയേക്കുവാണ്. അതിൻ്റെ കൂടെ അതിൽ നിന്നാണ് നമുക്കൊരു ടാപ്പിൻ്റെ കണക്ഷൻ കൊടുക്കാൻ. നമ്മൾ 1/4 റെഡ്യൂസർ ഇട്ടിട്ട് 3/4 ഇഞ്ച് എൽബോയും 3/4 ഇഞ്ച് FTയ്ക്കകത്തുമാണ് ഒരു ലിവർ ടാപ്പ് കൊടുത്തേക്കാണ്. 3/4 ഇഞ്ച് ലിവർ ടാപ്പ് കൊടുത്തേക്കാണ്. അപ്പം ഒരു ടാപ്പിനുള്ള കണക്ഷനാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇവിടെ വെളിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഏതാണ്ട് ഒരു 10 അടി ഹൈറ്റ് ഉണ്ട് വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡിന് തന്നെ. സേഫായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് പണിഞ്ഞ് വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് 500 ലിറ്റർ ടാങ്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ലൈൻ പൈപ്പിൽ നിന്ന് തന്നെയാണ് ഡയറക്റ്റ് നമ്മൾ കണക്ഷൻ പോയേക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി നിറയുന്നതിനനുസരിച്ച് ഫ്ലോട്ട് വാൽവ് ഓഫ് ആയിക്കൊള്ളും.